നഗരത്തിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിയ ഗുണ്ടകളുടെയും ക്രിമിനൽ കേസ് പ്രതികളുടെയും തൂഫാൻ യോഗത്തിൽ ശക്തമായ നിലപാടുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS രംഗത്ത്. ലഹരി മാഫിയക്കെതിരെയുള്ള പോലീസിന്റെ നീക്കങ്ങൾക്ക് ഗുണ്ടകളുടെ യാതൊരുവിധ സഹായവും ആവശ്യമില്ലെന്നും നിയമപരമായ മാർഗങ്ങളിലൂടെ തന്നെ പോലീസ് മുന്നോട്ടു പോകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. നഗരത്തിൽ നടന്നത് ഒരു സ്വകാര്യ പരിപാടിയാണെന്നും ഈ യോഗത്തെക്കുറിച്ച് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി അന്വേഷണങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ കള്ളത്തോക്ക് കേസ് പ്രതികളും ക്രിമിനലുകളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത രഹസ്യയോഗം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ലഹരി മാഫിയക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഗുണ്ടകൾ തന്നെ മുൻകൈയെടുത്ത് യോഗം ചേർന്നത് പോലീസിനെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒന്നായിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ MP-യുടെ സാന്നിധ്യം ഉണ്ടായതാണ് സംഭവത്തെ അതീവ ഗുരുതരമായ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിച്ചത്. വിവാദം കൊഴുക്കുന്നതിനിടയിൽ AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയും യോഗത്തിന്റെ പ്രധാന സംഘാടകനുമായ സുഹൈൽ ഷാജഹാൻ വിശദീകരണവുമായി രംഗത്തെത്തി. K സുധാകരൻ കൊച്ചിയിലുണ്ടെന്ന വിവരം അറിഞ്ഞ് 20ഓളം പേരാണ് അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ചതെന്നും എന്നാൽ കൂടിക്കാഴ്ച സമയത്ത് പ്രതീക്ഷിച്ചതിലും വിപരീതമായി 100ഓളം പേർ സ്ഥലത്തെത്തുകയായിരുന്നു എന്നുമാണ് സംഘാടകരുടെ വാദം. മുൻകാലങ്ങളിൽ ഗുണ്ടകളായിരുന്നു എന്ന കാരണത്താൽ ഒരാളെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും അവർക്ക് തിരുത്താൻ അവസരം നൽകണമെന്നുമാണ് തങ്ങൾ അങ്ങോട്ട് പോയി സുധാകരനെ കണ്ടതിനെ ന്യായീകരിച്ച് സംഘാടകർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഈ പുതിയ ലഹരി വിരുദ്ധ കൂട്ടായ്മയെ പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ലഹരി മാഫിയയെ അടിച്ചമർത്താൻ പോലീസിന് സ്വന്തമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും അതിനായി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ യാതൊരുവിധ സഹായവും തേടേണ്ട സാഹചര്യം കേരള പോലീസിനില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അടിവരയിട്ട് പറഞ്ഞു. മുൻ ഗുണ്ടകളും കള്ളത്തോക്ക് കേസിലെ പ്രതികളും ഒത്തുചേർന്ന് ഈ യോഗത്തിന് പിന്നിൽ മറ്റ് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം കൂടിയതോടെ കൊച്ചിയിലെ ഈ തൂഫാൻ യോഗം വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ പോരുകൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്.